നമുക്കിതൊരു യാത്ര പോയാലോ? അതും കാറ്റും കൊണ്ട് ഒരു ചായയും കടിയും ഒക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടിലേക്ക്. പക്ഷേ അതിനു മുൻപായിട്ട് നമുക്ക് ട്രാവൽ വേൾഡിലെ പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയെന്ന് അറിയണ്ടേ? പശ്ചിമേഷ്യയിലെ യുദ്ധം മൂലം രാജ്യാന്തര ടൂറിസം രംഗം പ്രതിസന്ധിയിലാണെങ്കിലും ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രതീക്ഷ കൈവിടുന്നില്ല. വിമാന ടിക്കറ്റ് നിരക്കുകൾ ഓരോ മണിക്കൂറിലും മാറി മറിയുന്നു. റെയിൽവേയുടെ പുതിയ റെയിൽ വൺ ആപ്പ്, UK-യിലെ ഡിജിറ്റൽ വിസ, ഉയർത്തിയ ബാഗേജ് അലവൻസ് എന്നിവ യാത്രക്കാർക്ക് വലിയ മാറ്റങ്ങളാണ് നൽകുന്നത്. കൂടാതെ തായ്ലൻഡ്, മലേഷ്യ വിസ ഇളവുകളും പുതിയ വിമാന റൂട്ടുകളും നിങ്ങളുടെ യാത്രകൾക്ക് വേഗത കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ അറിയേണ്ട പ്രധാന ട്രാവൽ അപ്ഡേറ്റുകൾ നോക്കാം. സോ വെൽക്കം ടു ട്രാവൽ ബസ്. ലോക ടൂറിസം രംഗത്തെ പ്രധാന വാർത്തകൾ എന്തെല്ലാമെന്ന് നോക്കാം. കൊച്ചിയിൽ അന്താരാഷ്ട്ര ട്രാവൽ മാർട്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ട്രാവൽ എക്സിബിഷനായ ഇന്ത്യ ഇന്റർനാഷണൽ ട്രാവൽ മാർട്ട് കൊച്ചിയിൽ നടന്നു. 15 സംസ്ഥാനങ്ങളിൽ നിന്നും 10 വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. റെയിൽവേയുടെ പുതിയ റെയിൽ വൺ ആപ്പ്. മാർച്ച് മുതൽ പഴയ UTS ആപ്പ് നിർത്തലാക്കുന്നു. പകരം ടിക്കറ്റ് ബുക്കിംഗിനും ഭക്ഷണത്തിനുമായി റെയിൽവേയുടെ പുതിയ റെയിൽ വൺ ആപ്പ് നിലവിൽ വരും. നിങ്ങളുടെ വാലറ്റ് ബാലൻസ് ഇതിലേക്ക് മാറ്റാൻ മറക്കരുത്. ഹോളിക്കായി 1200-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ. ഹോളി ആഘോഷങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേ 1244 സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് ഡൽഹി, മുംബൈ ഭാഗങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ ഉണ്ടാകും. UK വിസ ഇനി ഡിജിറ്റൽ. UK വിസകളിലെ ഫിസിക്കൽ സ്റ്റിക്കറുകൾക്ക് പകരമായി ഫെബ്രുവരി 25 മുതൽ പൂർണ്ണമായും ഡിജിറ്റൽ വിസ സംവിധാനം നിലവിൽ വന്നു. പാസ്പോർട്ട് പരിശോധനയ്ക്കായി ഇനി VFS ഓഫീസിൽ കാത്തിരിക്കേണ്ടതില്ല. എയർ ഇന്ത്യയുടെ രാജ്യാന്തര വിപുലീകരണം. എയർ ഇന്ത്യ ഡൽഹിയിൽ നിന്ന് ടോക്കിയോ, ടൊറന്റോ, സിയോൾ എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നു. പുതിയ പ്രീമിയം എക്കണോമിക് ക്ലാസുകളും ലഭ്യമാണ്. സൗദി ഉംറ വിസയ്ക്ക് പുതിയ നിബന്ധന. ഇന്ത്യയിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകർക്ക് ഇനി നുസൂക്ക് ആപ്പ് വഴി ഹോട്ടൽ ബുക്കിംഗ് നിർബന്ധമാക്കി. ബന്ധുക്കളുടെ കൂടെ താമസിക്കുന്നവർക്കും ഇത് ബാധകമാണ്. യൂറോപ്പ് യാത്രയ്ക്ക് ഇത്തിയാസ് അനുമതി. 2026 അവസാനത്തോടെ യൂറോപ്പിലേക്ക് പോകുന്ന വിസ ഫ്രീ യാത്രക്കാർക്ക് എത്തിയാസ് ഡിജിറ്റൽ ട്രാവൽ ഓതറൈസേഷൻ നിർബന്ധമാക്കും. ഇതിനായുള്ള ബയോമെട്രിക് സിസ്റ്റം മാർച്ചോടെ പൂർത്തിയാകും. ബേപ്പൂർ ഗ്ലോബൽ റെസ്പോൺസിബിൾ ടൂറിസം മീറ്റ്. ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായി കോഴിക്കോട് ബേപ്പൂരിൽ ആഗോള ടൂറിസം ഉച്ചകോടി നടന്നു. ബേപ്പൂർ മോഡൽ ലോക ശ്രദ്ധ നേടുന്നു. കൊല്ലം ടൂറിസത്തിന് 100 കോടി. കൊല്ലത്തെ ഒരു പ്രധാന ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ ബജറ്റ് 100 കോടി രൂപ വകയിരുത്തി. അഷ്ടമുടിക്കായലും തങ്കശ്ശേരി കോട്ടയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തും. ഇറാൻ യാത്രയ്ക്ക് നിയന്ത്രണങ്ങൾ. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ കണക്കിലെടുത്ത് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തായ്ലൻഡ് വിസ പോളിസിയിലെ മാറ്റം. ഇന്ത്യക്കാർക്ക് നൽകിയിരുന്ന വിസാരഹിത താമസത്തിന്റെ കാലാവധി കുറയ്ക്കാൻ തായ്ലൻഡ് ആലോചിക്കുന്നു. യാത്ര ചെയ്യുന്നതിന് മുമ്പ് പുതിയ നിയമം പരിശോധിക്കുക. എയർലൈൻ ഓഫറുകൾ. വേനൽക്കാലം കണക്കിലെടുത്ത് ഇൻഡിഗോയും ആകാശ് എയറും ആഭ്യന്തര വിമാന ടിക്കറ്റുകളിൽ 15% വരെ കിഴിവുകൾ പ്രഖ്യാപിച്ചു. റെയിൽവേയിൽ തൽക്കാൽ ടിക്കറ്റ് എളുപ്പമാക്കാം. അവസാന നിമിഷം ടിക്കറ്റ് ഉറപ്പാക്കാൻ റെയിൽവേയുടെ പുതിയ കൺഫേം ടിക്കറ്റ് ഫീച്ചർ കൂടുതൽ റൂട്ടുകളിൽ ലഭ്യമാക്കി. കശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നു. മഞ്ഞുവീഴ്ചയെ തുടർന്ന് അടച്ചിട്ടിരുന്ന കശ്മീരിലെ 50ഓളം ടൂറിസ്റ്റ് സ്പോട്ടുകൾ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും തുറന്നു. ക്രൂയിസ് ടൂറിസം സജീവമാണ്. കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കും ഗോവയിലേക്കുമുള്ള ക്രൂയിസ് കപ്പലുകൾ ഏപ്രിൽ വരെ പൂർണ്ണമായും ബുക്കിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. പുതിയ ബാഗേജ് നിയമങ്ങൾ. ഫെബ്രുവരി 2 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ കസ്റ്റംസ് നിയമപ്രകാരം വിദേശത്ത് നിന്നും എത്തുന്ന ഇന്ത്യൻ യാത്രക്കാരുടെ ഡ്യൂട്ടി ഫ്രീ അലവൻസ് 75,000 രൂപയായി ഉയർത്തി. ജപ്പാൻ വിസ മാറ്റം. കൊച്ചി, ചെന്നൈ, ഹൈദരാബാദ്, പുതുച്ചേരി എന്നീ നഗരങ്ങളിൽ ജപ്പാൻ വിസകൾക്കുള്ള വാക്ക് ഇൻ സംവിധാനം നിർത്തലാക്കി. ഇപ്പോൾ ഓൺലൈനായി അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. എയർ ഇന്ത്യയുടെ ചൈന സർവീസ്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എയർ ഇന്ത്യ ഡൽഹിയിൽ നിന്ന് ഷാങ്ഹായിലേക്കുള്ള നോൺ സ്റ്റോപ്പ് വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. ഇൻഡിഗോയുടെ പുതിയ റൂട്ടുകൾ. മാർച്ച് 29 മുതൽ നവി മുംബൈ എയർപോർട്ടിൽ നിന്നും അഹമ്മദാബാദ്, ദിയു, ഗോവ,
രാജ്കോട്ട്, ബെൽഗാം, കോലാപൂർ എന്നിവിടങ്ങളിലേക്ക് പുതിയ സർവീസുകൾ ആരംഭിക്കുന്നു. ശ്രീലങ്കൻ എയർലൈൻസിന്റെ വിപുലീകരണം. ഇന്ത്യയിലെ 10ാമത്തെ ലക്ഷ്യസ്ഥാനമായി അഹമ്മദാബാദിനെ ചേർത്തുകൊണ്ട് ശ്രീലങ്കൻ എയർലൈൻസ് തങ്ങളുടെ ശൃംഖല വികസിപ്പിക്കുന്നു. UK ഇ-വിസ സംവിധാനം. ഫെബ്രുവരി 25 മുതൽ UK-യിലേക്കുള്ള വിസ സംവിധാനം പൂർണ്ണമായും ഡിജിറ്റലാക്കി. ഇനി പാസ്പോർട്ടിൽ സ്റ്റിക്കറുകൾ പതിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ ടൂറിസം കുതിപ്പിൽ. 2024 ഇന്ത്യയിലെത്തിയ വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണം 2.05 കോടിയിലെത്തി. കോവിഡിന് ശേഷമുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണിത്. ജമ്മു കാശ്മീർ ടൂറിസം. വിദേശ വിനോദസഞ്ചാരികളെ മാത്രം ലക്ഷ്യം വെക്കുന്നതിന് പകരം ഉയർന്ന ചെലവുള്ള ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്നതാണ് ജമ്മു കശ്മീർ സർക്കാരിന്റെ പുതിയ തീരുമാനം. യാത്രക്കാർക്കുള്ള അറ്റിച്ചി ആപ്പ്. വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഡിക്ലറേഷൻ നടപടിക്രമങ്ങൾ ലളിതമാക്കാൻ അറ്റിച്ചി ആപ്പ് വഴി നിങ്ങൾക്ക് ഡിജിറ്റൽ ഡിക്ലറേഷൻ നടത്താം. മലേഷ്യ വിസ ഇളവ്. ഇന്ത്യക്കാർക്ക് മലേഷ്യയിലേക്കുള്ള 30 ദിവസത്തെ വിസ രഹിത പ്രവേശന കാലാവധി 2026 ഡിസംബർ 31 വരെ നീട്ടി. ഫിലിപ്പീൻസ് വിസ ഇളവ്. ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ 14 ദിവസത്തേക്ക് ഫിലിപ്പീൻസ് സന്ദർശിക്കാം. US, UK, ഷെൻജൻ വിസയുള്ളവർക്ക് കൂടുതൽ ദിവസങ്ങൾ അനുവദിക്കും. ബിസിനസ് യാത്ര ട്രെൻഡ്. 2026 ആകുമ്പോഴേക്കും കോർപ്പറേറ്റ് യാത്ര വർദ്ധിക്കുമെന്ന് തോമസ് കുക്കിന്റെ പുതിയ റിപ്പോർട്ട്. 65% കമ്പനികളും ബിസിനസ് യാത്ര വർദ്ധിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു. ലാപ്ടോപ്പ് ഇറക്കുമതി. പുതിയ ലഗേജ് നിയമങ്ങൾ അനുസരിച്ച് 18 വയസ്സിന് മുകളിലുള്ള ഓരോ യാത്രക്കാരനും ഡ്യൂട്ടി ഫ്രീ ആയി ഒരു ലാപ്ടോപ്പ് കൊണ്ടുവരാം. ആഭ്യന്തര യാത്രകൾ കൂടുതൽ ജനപ്രിയമാകുന്നു. അന്താരാഷ്ട്ര യാത്രകളെ അപേക്ഷിച്ച് ആഭ്യന്തര യാത്രകളിലെ ഹോട്ടൽ ചെലവുകൾ വർദ്ധിച്ചു വരുന്നതിനാൽ പലരും ഹ്രസ്വദൂര അന്താരാഷ്ട്ര യാത്രകളെയാണ് കൂടുതൽ ആശ്രയിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ടൂറിസ്റ്റ് ഹെൽപ്പ് ലൈൻ. വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി 1363 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ 12 ഭാഷകളിൽ 24/7 സേവനം ലഭ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ട്രാവൽ അപ്ഡേറ്റ്സ്. യാത്രകൾ വെറും ഒരു കാഴ്ചയല്ല, അതൊരു അനുഭവവും അറിവും നൽകുന്നവയാണ്. മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ നിയമങ്ങളും ട്രാവൽ അപ്ഡേറ്റുകളും അറിഞ്ഞ് യാത്ര ചെയ്താൽ ആ അനുഭവം കൂടുതൽ സുന്ദരമാക്കാം. ട്രാവൽ ബസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നല്ല ഇളം കാറ്റും കൊണ്ട് ഒരു ചായയും കടിയും ഒക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റിയ ഒരു കിഡിലൻ സ്പോട്ടിലേക്ക് നമുക്ക് വിട്ടാലോ? ലെറ്റ്സ് സ്വിച്ച് ടു ഡെസ്റ്റിനേഷൻ ഓഫ് ദ വീക്ക്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.